सर पंडित जी बैठिए। कहाँ से आप ऐसा है स्वयं सृष्टि के प्रमाण जब जदा जगत्ति श्रेष्ठा तत्व देवे करो जना स्वयं प्रमाणम करते लोकस्तदनु वर्तते। आपको देख के सारे आपका जैसा बोलते गीता में। നമസ്കാരം. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നേതാക്കളെല്ലാം ബി.ജെ.പിയിലേക്ക് കുത്തൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഏതായാലും ഇന്ത്യ സഖ്യം പൊളിഞ്ഞു നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ വിള്ളലുകൾ കൂടി വരികയാണ്. ജെ.ഡി.യുവിന് പിന്നാലെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നൽകി രാഷ്ട്രീയ ലോക്ദളും ബി.ജെ.പി സഖ്യത്തിന് ഒരുങ്ങുന്നു എന്നാണ് സൂചന. RLDക്ക് 4 ലോക്സഭാ സീറ്റുകൾ ബി.ജെ.പി നൽകിയേക്കും. നിതീഷ് കുമാറിന്റെ ജെ.ഡി.യു മുന്നണി വിട്ടതിന്റെ ആഘാതം ഇന്ത്യ മുന്നണിയിൽ മാറിയിട്ടില്ല. പടിഞ്ഞാറൻ യു.പിയിൽ സ്വാധീനമുള്ള ജയന്ത് ചൗധരി ബി.ജെ.പിയുമായി സഖ്യത്തിന്റെ ചർച്ച ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. യു.പിയിലെ 80 ലോക്സഭാ സീറ്റിൽ 7 RLDക്ക് നൽകാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഏറെക്കുറെ ധാരണയായിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് RLD ബി.ജെ.പി സഖ്യ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. അഖിലേഷ് യാദവ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ 3 ലോക്സഭാ സീറ്റുകളിൽ RLD ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ജയന്ത് ചൗധരിയെ പ്രകോപിപ്പിച്ചതായാണ് സൂചന. കൈരന, ബാഗ്പാത്, മധുര, അംറോഹ സീറ്റുകൾ ബി.ജെ.പി RLDക്ക് നൽകിയേക്കും. RLDയുടെ മുന്നണി മാറ്റം മുസ്ലിം വോട്ട് ബാങ്കിലും വിള്ളലുണ്ടാക്കിയേക്കും. 2022 യു.പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ RLD 33 സീറ്റിൽ മത്സരിക്കുകയും 9 വിജയിക്കുകയും ചെയ്തിരുന്നു. RLDയെ ഒപ്പം നിർത്താൻ അഖിലേഷ് യാദവ് അനുരഞ്ജന ചർച്ചകൾ നടത്തി വരികയാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ന്യായ് യാത്രയുടെ ആരംഭം മുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ന്യായ് യാത്ര അവസാനിക്കുമ്പോഴേക്കും കോൺഗ്രസിൽ നേതാക്കൾ അവശേഷിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.